ഷാഫിയെ പാലക്കാട് മണ്ണിലെ ജനങ്ങൾ എത്ര സ്വീകരിച്ചോ അതിലധികം ഞങ്ങൾ വടകരയിലെ വോട്ടർമാർ ഷാഫിയെ സ്വീകരിച്ചതിന്റെ തെളിവാണ് ഇവിടെ കൂടിയ ജനസമ്മതം. പാലക്കാട് ആളുകൾ കരഞ്ഞുകൊണ്ടാണ് ഷാഫിയെ യാത്രയാക്കിയത്. ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. സന്തോഷം കൂടുതൽ വോട്ടിന് വിജയിപ്പിച്ചെടുക്കും. കെ മുരളീധരനെ പോലെ തന്നെ ജയിക്കും. അതിന് കൂടുതൽ വോട്ടിന് വിജയിക്കും. ഭൂരിപക്ഷം കൂട്ടോ? 51 വെട്ടുവെട്ടിയവർക്കെതിരെ പോരാടാൻ 41 കാരണമാണ് വരുന്നത്. കാണുന്നേ ഉള്ളൂ പൂരം. കാണാൻ പോകുന്ന പൂരം 51 അത് തന്നെയാണ് ചർച്ച. തെങ്ങിൻ പൂലക്ക് പൂക്കല പോലെ ചിതറുമെന്ന് പറഞ്ഞവന് ഇരട്ട ജീവപര്യന്തം കൊടുത്തത് തന്നെയാണ് വടകര ചർച്ച ചെയ്യുക. അത് ചർച്ച ചെയ്യില്ല എന്ന് പറയുന്നത് പേടിക്കുന്നവരാണ്. അത് തന്നെയാണ് ചർച്ച. അക്രമ രാഷ്ട്രീയത്തിനെതിരെ പോരാടാൻ ചെറുപ്പക്കാരന് കിട്ടിയ ആവേശത്തിലാണ് വടകരക്കാർ. ഷാഫി ചങ്കുബ്രാണ്. 1 ലക്ഷം വോട്ടിന് വളരെ കൊടുക്കും. 1 ലക്ഷം വോട്ട്. ഇതാണ് പ്രവർത്തകരുടെ ആവേശം. കാരണം കടത്തനാടൻ മണ്ണിന്റെ പോരാട്ട കളരിയിലേക്ക് ഷാഫി പറമ്പിൽ അല്പസമയത്തിനൊക്കെ തന്നെ എത്തും. നിരവധി ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാഫിയുടെ കട്ടൗട്ടും പ്രചാരണ ബോർഡുകളൊക്കെ തന്നെ പിടിച്ചുകൊണ്ടാണ് ആളുകൾ എത്തിയിരിക്കുന്നത്. വൻ വിജയത്തോടു കൂടി ശക്തിയായിക്കൊണ്ട് മുരളിയുടെ മാസ് എൻട്രിയേക്കാളും കൂടുതൽ എൻട്രി ആയിക്കൊണ്ട് ഷാഫി പറമ്പിൽ ഇവിടെ വിജയം പരിഹരിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് UDF സുസജ്ജമാണ്, ശക്തമാണ്. എല്ലാവിധ പാർട്ടി പ്രവർത്തകരും എല്ലാ പ്രവർത്തകരും നമ്മളോട് സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടെങ്കിലും CPM അവരുടെ അക്രമരാഷ്ട്രീയം ഇനിയെങ്കിലും ഈ കേരള മണ്ണിൽ നിർത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. 2019 കെ മുരളീധരനെ സ്വീകരിക്കാൻ വന്നിരുന്നു. 2019 വന്ന ആളാണോ? 2019 കെ മുരളീധരൻ ഇങ്ങനെ സ്വീകരിക്കാൻ വന്നിരുന്നു. അതെ, തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അതിനേക്കാളും മാസ് എൻട്രിയാണ് ഇപ്പോൾ. അതിന്റെ ഏകദേശം 4 ഇരട്ടി ആളുകൾ ഇപ്പോൾ ഇതിലേക്ക് പങ്കെടുത്തിരിക്കുകയാണ്. ഇനിയും ആളുകൾ എത്തിച്ചേർന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഈ വടകര പുതിയ സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും ഇവിടെ നിന്നൊന്ന് മാറി നിന്ന് വിഷ്വലെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം നിന്ന സ്ഥലത്ത് മാത്രമേ നിൽക്കാൻ കഴിയുന്നുള്ളൂ. അത്രയധികം ആളുകൾ ഈ പുതിയ സ്റ്റാൻഡിലേക്ക് ഒഴുകി എത്തുകയാണ്. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഷാഫി പറമ്പിൽ എത്തിക്കഴിഞ്ഞാൽ തുറന്ന വാഹനത്തിൽ അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട് കോട്ടപ്പറമ്പിൽ, അതായത് പഴയ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള മൈതാനത്തേക്ക് പോകും. അവിടെയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കാൻ വേണ്ടി പോവുക. PK കുഞ്ഞാലിക്കുട്ടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക.